പയ്യനല്ലേ, മാപ്പ് പറഞ്ഞാൽ വിട്ടേക്കാമെന്ന് കരുതി. പക്ഷേ നീ എന്നെ അപമാനിച്ചു. നീ പോലീസിനെ കൊണ്ടുവന്നു തെരുവുറവിടിയെ പറഞ്ഞയച്ചു അല്ലടാ? ടോണി, എന്തായിരുന്നു നിന്റെ റൂമിലൊരു ബഹളം? Tell me, Tony. Nothing, mummy. Don't tell lie. ആരോ അലറുന്ന പോലെ. ഒരു കാടൻ പൂച്ച, കറുത്ത പൂച്ച, വായ നിറയെ പല്ലുകൾ. Oh my God. No, പൂച്ച പോയി. Good heavens. മോനെ, നീ പേടിച്ചോ? അല്പം. ആരാ ഈ വാതില് പുറത്തുനിന്ന് പൂട്ടിയത്? ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ട് പോയപ്പോ അറിയാതെ പൂട്ടിപ്പോയതാവും. ഹലോ ടോണി, ഹൗ ആർ യു? എന്നെ മനസ്സിലായോ? ഇല്ലെങ്കിൽ ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കൂ. ഞാൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായോ? നിന്നെ കൊല്ലാൻ എനിക്ക് ഉദ്ദേശമില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. തൊട്ടടുത്ത വീട്ടിലൊരു കൊലപാതകം നടത്തുന്നത് പലതുകൊണ്ടും നല്ലതല്ല എന്നെനിക്ക് തോന്നുന്നു. Am I correct? അനാവശ്യമായി സംശയമുണ്ടാകും ഇല്ലേ? ചുരുക്കി പറഞ്ഞാൽ നാം തമ്മിൽ വഴക്കിടുന്നത് നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യമല്ല. സോ ടോണി എന്നെ മറന്നേക്കുക, സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഞാൻ ടോണിയുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അതാണ് മര്യാദ. Am I correct? എന്റെ കാര്യത്തിൽ മേലാൽ ഇടപെടാതിരുന്നാൽ വീണ്ടും വല്ല കുഴപ്പവും ഉണ്ടാക്കിയാൽ അത് നിന്റെ അവസാനമായിരിക്കും. നിന്റെ മാത്രമല്ല, നിന്റെ അമ്മയുടെ. ഓക്കെ? എല്ലാം മറന്നുകളെ. സ്ലീപ് വെൽ. ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ സുഹൃത്താണ്. മറക്കരുത്. You can't prove it. I will prove. രക്തരക്ഷകൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ തെളിയിക്കും. കഴിഞ്ഞ 2-3 വർഷങ്ങളായി അച്ഛൻ പരീക്ഷകൾ നടത്തുന്നുണ്ടല്ലോ, ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഇനി അതൊട്ട് തെളിയിക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്ത് പറഞ്ഞാലും താൻ എതിരെ പറയുള്ളൂ. ഒന്നാമതായി തനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. ആദ്യമായി താൻ ദൈവത്തിൽ വിശ്വസിക്കൂ. അച്ചോ ഉം. അച്ചോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ലൂയിസേ? അച്ഛൻ എന്നെ ദേഷ്യപ്പെടരുത്. ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. സാത്താനിലും വിശ്വസിക്കണ്ട, ഉം. ദൈവത്തിലും വിശ്വസിക്കണ്ട. എങ്കില് ലൂയിസ്, ഫാദർ, I say you get out. What you? രക്തരക്ഷസുകൾ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും ഫാദർ. Come on, come on, my friend. വരൂ 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 വരൂ. ഇരിക്കൂ ഇരിക്കൂ. താങ്ക്സ്. മോൻ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. എന്നെ എങ്ങനെ അറിയും? ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു? എന്റെ പേര് ടോണി. വീട് ടൗണിലാണ്. എന്റെ പ്രശ്നം പരിഹരിക്കാൻ അച്ഛന് മാത്രമേ കഴിയൂ എന്ന് പലരും പറഞ്ഞു. ടൗണിൽ എന്നെ ആർക്കറിയും? അച്ചോ, അച്ഛനെ പറ്റി കാട്ടി മാത്രമല്ല നാട്ടിലും അറിയും. ഫാദർ നടത്തുന്ന ഗവേഷണങ്ങളെ പറ്റി ഞങ്ങളുടെ പ്രൊഫസർമാർ പോലും ക്ലാസ്സിൽ പറയാറുണ്ട്. Is it so? ഷുവർലി, ബിലീവ് മീ. ഇല്ലെങ്കിൽ അച്ഛനെ തേടി ഞാൻ ഈ കാട്ടിലേക്ക് ഓടി വരുമോ? Correct. You tell me. What's your problem? എന്റെ അടുത്ത വീട്ടിൽ ഒരു പുതിയ താമസക്കാരൻ. അവനൊരു ഡ്രാക്കുളയാണ്, വാമ്പയർ, രക്തരക്ഷസ്, മനുഷ്യരുടെ ചോര കുടിക്കുന്നവൻ. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അവൻ എന്നെ കൊല്ലാൻ വന്നു. ഫാദറിന് മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ. എന്നെ രക്ഷിക്കണം ഫാദർ. ഫസ്റ്റ് ഓഫ് ഓൾ മിസ്റ്റർ ടോണി, നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണണം. എന്നേക്കാൾ കൂടുതൽ അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതാ നല്ലത്. ഒരുപക്ഷെ അച്ഛനെയും സഹായിക്കാൻ കഴിഞ്ഞേക്കും. അല്ല, അച്ഛനെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. എനിക്കൊരു കുഴപ്പമില്ല ഫാദർ. ഐ എം ഓൾ റൈറ്റ്. ആരും പറഞ്ഞു കേട്ടതല്ല, എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നെ പോലെ നിസ്സഹായനായ ഒരു ചെറുപ്പക്കാരനെ ഡ്രാക്കുളയിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഫാദറിന്റെ കടമയല്ലേ? Poor boy, poor boy. ഫാദർ രക്തരക്ഷത്തിൽ വിശ്വസിക്കുന്നില്ലേ? ഞാൻ വിശ്വസിക്കുന്നില്ല. എതിര് പറയരുത്. ഞാൻ എതിര് പറയുന്നില്ല. സ്റ്റോപ്പ് ഇറ്റ്. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അപ്പോ ഞാൻ പറയുന്നത് വിശ്വാസമാകുന്നില്ല എന്നാണോ ഫാദർ? അങ്ങനെയല്ല. എന്റെ ഗവേഷണം പൂർത്തിയാവാതെ തൃപ്തികരമായ ഒരു ഉത്തരം തരാൻ എനിക്ക് സാധ്യമല്ല. സൗകര്യം പോലെ പിന്നൊരു അവസരത്തിൽ വരൂ, വിശദമായി വീണ്ടും സംസാരിക്കാം. എനിക്ക് അല്പം ധൃതിയുണ്ട്. ആ ലൂയിസേ, മരത്തിൽ വൾച്ചേഴ്സ് പക്ഷേ ഉണ്ടോ നോക്കൂ. ഇപ്പൊ ഉണ്ടാവുമോ?